everyone, welcome back to my YouTube channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പെപ്പർ ചിക്കൻ ആയിട്ടാണ്. എൻ്റെ ഫേവറേറ്റ് പെപ്പർ ചിക്കൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ വലിയ ജീരകം, 1 സ്പൂൺ ചെറിയ ജീരകം എന്നിവ നല്ല ചൂടാക്കി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് മാറ്റി വെക്കുക. ഇനി അതേ പാനിലേക്ക് തന്നെ എണ്ണ ചൂടാക്കി 3 കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ എന്നിവ ചേർത്ത് നല്ലപോലെ ചൂടാക്കണം. അതിനുശേഷം 3 വലിയ ഉള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഇതുപോലെ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ കറിവേപ്പിലയും ഇടണം. ഈ ഉള്ളി അത്യാവശ്യം നല്ലതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ പിങ്ക് കളറ് മാറി ചിക്കൻ കഷ്ണങ്ങൾ നല്ല വൈറ്റ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. ആ സമയം നമുക്കിനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാലയില്ലേ, കുരുമുളകും ചെറുജീരകവും വലിയ ജീരകവും ഒക്കെ, അതിട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. വളരെ സിമ്പിളാണ്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഇതൊന്ന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം. എന്നിട്ട് നമ്മളത് നല്ലതുപോലെ ഇളക്കി വറ്റിച്ച് വേണം നമ്മളിത് എടുക്കാനായിട്ട്. പിന്നെ ഞാനിതൊരു 5 വർഷം മുമ്പ് യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ ഞാൻ പിന്നെ ഈ പെപ്പർ ചിക്കൻ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ നമുക്കിതിന് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഫ്രൈ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. എത്രത്തോളം ഫ്രൈ ചെയ്യാവോ അത്രത്തോളം നമുക്ക് ചിക്കൻ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി അവസാനം നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കിയാൽ കറി റെഡിയായി. എന്തെളുപ്പമാണെന്ന് കണ്ടോ, അധിക സാധനങ്ങളും വേണ്ട. 15 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ ചിക്കൻ കറി അടിപൊളിയായിട്ട് തയ്യാറാക്കാം. പിന്നെ ഇത് ചോറിൻ്റെ ഒപ്പം, ചപ്പാത്തിയുടെ ഒപ്പം, ഗീ റൈസിൻ്റെ ഒപ്പം, പൊറോട്ടയുടെ ഒപ്പം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോകും. പൊറോട്ടയുടെ ഒപ്പം വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.